ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധിക്കുന്നവരെയും അളന്നു നോക്കുന്നു ദൈവം എന്ന ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. വാക്യം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11:1. അനന്തരം ദണ്ടുപോലെയുള്ള ഒരു അളവുകോൽ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ചെന്ന് ദേവാലയവും യാഗപീഠവും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദൂതനോട് ദൈവം പറഞ്ഞു, നീ ചെന്ന് ദേവാലയത്തിനെ അളക്കണം, യാഗപീഠത്തിനെയും അളക്കണം, അവിടെ ആരാധിക്കുന്നവരെയും അളക്കണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇതാണ്. ആരാധിക്കുന്നവനെയും കൂടി അളക്കണം. നമ്മളൊരു വ്യക്തിയെ അളക്കുന്നത് അവൻ്റെ പ്രവൃത്തിയുടെയും നടപ്പിൻ്റെയും നിറത്തിൻ്റെയും കയ്യിലുള്ള ആഭരണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും എല്ലാം കൂടെ ക്വാളിറ്റി നോക്കിയിട്ടാണ്. ഇവൻ കൊള്ളാവോ? കൊള്ളാം, കാഴ്ചയ്ക്ക് നല്ല മിടുക്കനാ, അത്യാവശ്യം നല്ല നിറമൊക്കെ ഉണ്ട്, അത്യാവശ്യം കണ്ടമാനം പൊരിവയിലൊന്നും കൊള്ളുന്നവനല്ല, അത്യാവശ്യം കൊള്ളാവുന്ന ഡ്രസ്സും ഒക്കെയാണ്, ബ്രാൻഡഡ് പാൻറ്റ് ഷർട്ടും ഒക്കെയാണ്, അല്ലെങ്കിൽ മുണ്ട് ഷർട്ടും ഒക്കെയാണ്, അത്യാവശ്യം ആഭരണമൊക്കെ ഉണ്ട്, നല്ല വണ്ടിയിലൊക്കെയാണ് വന്നത്. അങ്ങനെ നോക്കുമ്പം ആൾ വലിയ കുഴപ്പമില്ല എന്നതാണ് നമ്മുടെ ഒരു ചിന്ത. എന്നാൽ ദൈവം ആരാധിക്കുന്നവനെ അളക്കാൻ ദൂതനോട് കൽപ്പിച്ചത് അവൻ്റെ ഉള്ളൊന്ന് നോക്കാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമുള്ള ആരാധന ഉണ്ടോ എന്നൊന്ന് നോക്കാനാണ് ദൈവം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആരാധനയുടെ രീതി, അളവ് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം അത് കൽപ്പിച്ചത് കൊണ്ടാണ് ദൈവം ഒന്ന് അളന്ന് നോക്കാൻ പറഞ്ഞത്. ദൈവം പറയാത്തൊരു കാര്യം ദൈവത്തിന് അളന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അളവുണ്ടോ എന്നൊന്ന് അളന്ന് നോക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാധന മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല, വർഷിപ്പ് ലീഡറിൻ്റെ കഴിവനുസരിച്ചല്ല, ഇൻസ്ട്രുമെൻറ്റിൻ്റെ മികവനുസരിച്ചല്ല, ശുശ്രൂഷകൻ്റെ ഉത്സാഹിപ്പിക്കനുസരിച്ചൊന്നുമല്ല. അപ്പോൾ നല്ല വർഷിപ്പ് ലീഡറുണ്ട് ആരാധനയ്ക്ക് ഒരു ഫോമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങോട്ട് കിടന്ന് പാടുപെട്ട് പാടി, ചിലയിടത്തെയൊക്കെ വർഷിപ്പ് ലീഡർമാർ വേർപ്പൊക്കെ അങ്ങ് ഒഴുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏതാണ്ട് ഭയങ്കര ഒരു പരിപാടി കഴിഞ്ഞു, വലിയൊരു പരിപാടി കഴിഞ്ഞതുപോലെയാണ്. അത് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മികവനുസരിച്ചോ ശുശ്രൂഷകൻ്റെ ഉത്സാഹിപ്പീരനുസരിച്ചോ ഒന്നുമല്ല ആരാധന നിൽക്കേണ്ടത്. അതൊക്കെ ചുമ്മാ ജഡത്തിലുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇത് വേർത്തു പോകുന്നത്. ശാരീരിക അധ്വാനം കൂടുമ്പം വേർത്തു പോവും. ദൈവകൽപ്പന പ്രകാരം ആരാധന ആയിരിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ആരാധന എങ്ങനെ വേണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. ദൈവം നമ്മിൽ നിന്ന് വിചാരിക്കുന്നത് ഉത്കൃഷ്ടമായ ഒരാരാധനയാണ്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയാണ്. ഉത്കൃഷ്ടമായ ശുശ്രൂഷ നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള പാട്ടും കൂത്തുമൊന്നും അല്ല. അതല്ല ആരാധന. അതായത് ഹെബ്രായ ലേഖനത്തിനകത്ത് 8-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. മോശ കൂടാരം പണിയുവാൻ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം സകലതും നിർമ്മിക്കുക എന്ന് ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൽപ്പന ലഭിച്ചതനുസരിച്ച് അവർ സ്വർഗീയമായതിൻ്റെ നിഴലും സദൃശ്യവുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. യേശുവോ വിശേഷതയേറിയ വാഗ്ദാനങ്ങളെ അധിഷ്ഠിതമായ ഒരു ശ്രേഷ്ഠ ഉടമ്പടിയുടെ മധ്യസ്ഥനാകയാൽ കൂടുതൽ ഉത്കൃഷ്ടമായ ഒരു ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നു. അതായത് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച കൽപ്പന അനുസരിച്ച് അവർ സ്വർഗീയമായതിൻ്റെ നിഴലും സദൃശ്യവുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. യഥാർത്ഥമായ ആരാധന സ്വർഗീയമായ ആരാധനയുടെ നിഴലായിരിക്കണം, പാട്ടും കൂത്തും അല്ലത്. അല്ലെന്നുള്ളത് നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം ഒക്കെ നമ്മൾ വ്യക്തമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ എങ്ങനെയാണ് ആരാധന. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം സ്വർഗത്തിലെ ആരാധന എങ്ങനെയാണ്. അതവിടെ റിപ്പാറിമ്പേ അല്ല, അവിടെ ഈ കാണുന്ന അന്യഭാഷയൊന്നുമല്ല. അവിടെ ആരാധന എങ്ങനെ ഇരിക്കുന്നു, അതായത് സ്വർഗീയമായ ആരാധന എങ്ങനെ ഇരിക്കുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ നിഴൽ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൈ ഇങ്ങനെ ഒറിജിനലായിട്ട് കണ്ടിട്ടല്ലേ അപ്പുറത്ത് നിഴൽ വീണ് കഴിഞ്ഞാൽ കൈയുടെ നിഴലാണെന്ന് മനസ്സിലാവുള്ളൂ. കൈ കണ്ടിട്ടില്ലാത്ത ആളൊരു നിഴൽ വീണാൽ എന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആരാധന സ്വർഗീയമായത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ നിഴലായ ഭൂമിയിലെ ആരാധന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ന് നടക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് 10:7 10:7 പറയുന്നത്, അവരിൽ ചിലരെ പോലെ നിങ്ങൾ ബിംബാരാധികളാകരുത്, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കൂത്താടുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ജനം അവരിൽ ചിലരെ പോലെ നിങ്ങൾ ബിംബാരാധികളാകരുത്. ഇന്ന് പല സ്ഥലത്തെയും ബിംബങ്ങളെന്ന് പറയുന്ന ശുശ്രൂഷകരാണ്, വർഷിപ്പ് ലീഡർമാരാണ്, പാട്ടുകാരാണ്. ഈ ബിംബം ഇന്നില്ലെങ്കിൽ അവർ ആരാധിക്കുകയല്ല.
അതെന്ത് വേണ്ടി ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഈ ഈ ഈ സഭയുടെ ശുശ്രൂഷകൻ്റെ വാതക്കൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് അതിനു മുമ്പ് കൊടുത്ത വചനമൊന്നും അവരെ വിടുവിക്കുന്നില്ല, അവരതിൽ വിശ്വസിക്കുന്നുമില്ല. അവർ ഈ ബിംബത്തിൻ്റെ കീഴെ പോയി നിന്ന് ബിംബത്തിൻ്റെ കൈവപ്പ് കിട്ടിയാൽ മാത്രമേ അവരേതാണ്ട് വിടുതലുണ്ടായെന്ന് അവർ വിശ്വസിക്കുന്നുള്ളൂ. അത്രയോ നേരം അവിടെ കൊടുത്ത വചനം, അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിച്ച ദൈവത്തിൻ്റെ ആത്മാവ്, ഇതൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്ന ഈ ബിംബത്തിൻ്റെ കീഴെ കൊണ്ട് തല വെക്കണം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൻ്റെ കീഴെ കൊണ്ട് തല വെച്ചാൽ ഏതാണ്ട് സംഭവിക്കുമോ എന്നുള്ളത് ശുശ്രൂഷകനോടെ കൂടി പഠിപ്പിച്ചിരിക്കുക. ഇവിടെ എഴുതിയേക്കുന്നു, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കൂത്താടാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകത്തിനകത്താണ് ഇത് എഴുതിയേക്കുന്നത്. പുറപ്പാട് പുസ്തകം 32-ന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിക്കുന്നു, അടുത്ത ദിവസം രാവിലെ ജനം എഴുന്നേറ്റ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. അതിനുശേഷം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്നു, ആഘോഷിക്കുവാൻ എഴുന്നേറ്റു എന്നാണ് ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത്. സത്യവേദ പുസ്തകം എന്ന പെന്തക്കോസ്തുകാരൻ്റെ ബൈബിളിൽ എഴുതിയേക്കുന്നത് ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കൂത്താടാൻ എഴുന്നേറ്റെന്നാണ്. കൂത്താടാൻ എഴുന്നേറ്റു. ആദ്യത്തെ പരിപാടി എന്നാണെന്നറിയാവോ? ആദ്യം എഴുന്നേറ്റ് ജനം രാവിലെ എഴുന്നേറ്റ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ഈ യാഗമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കൂത്താട്ടം അങ്ങോട്ട് തുടങ്ങിയത്. കൂത്താട്ടം എന്ന് പറഞ്ഞാൽ എന്നാ, ഒരു 6/8 ഒരു നല്ല തമിഴ്പാട്ട് പോലത്തെ പാട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് കയറുന്നു, താളത്തിനൊത്തുള്ള ചാട്ടം. തന്നെയുമല്ല, ഈ കൂത്താട്ടത്തെക്കുറിച്ച് ഇച്ചിരി കൂടെ വിട്ട് പറഞ്ഞാൽ ബൈബിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല മോശം ഇടപാടുകളും ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഇന്ന് പല സഭകളുടെയും മുന്നിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ പലതിൻ്റെയും പുറകോട്ട് പോകുമ്പോൾ, അതായത് ധനം ഇതിൻ്റെ 1-ാം സ്ഥാനത്തേക്ക് കയറി വന്നപ്പോൾ, ആഹാബ് ഇതിൻ്റെ 1-ാം സ്ഥാനത്തേക്ക് കയറി വന്നപ്പോൾ, ധനം 1-ാം സ്ഥാനത്തേക്ക് കയറി വന്നപ്പോൾ അതിൻ്റെ പുറകിൽ ജെസിബൽ സ്പിരിറ്റും വ്യഭിചാരത്തിൻ്റെ സ്പിരിറ്റും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ആത്മാക്കൾ ഈ സഭകളുടെ പുറകുവശത്തേക്ക് ചെന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ജനത്തിനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചെറിയ ചെറിയ പരിപാടികൾ കൊണ്ടൊന്നും പറ്റാതെ വന്നപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ ആഫ്രിക്കയിൽ പോയി ഓരോരുത്തരുടെ കീഴിലോട്ട് തല വെച്ചു. ആഫ്രിക്കയിൽ പോയി തല വെച്ചിട്ട് വന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ പിടിക്കപ്പെടുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലതും കണ്ടു, പലതും കാണുന്നതിനിപ്പുറം നമ്മൾ കണ്ടു. ആഫ്രിക്കയിൽ ചെന്ന് ഇമ്പോർട്ട് ഒരെണ്ണം മേടിക്കും. അത് മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഉടനെ തന്നെ ഇവരിതിൻ്റെ അടിയിൽ പോവുക. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ പ്രിയ ദൈവജനമേ, ഈ ആരാധിക്കുന്നവൻ്റെ അകം ദൈവം അളന്നു നോക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആരാധിക്കുന്നവൻ്റെ അകം ദൈവം അളക്കുന്നുണ്ടെങ്കിൽ, ദൈവം അളക്കുന്നുണ്ടെന്ന് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ ദൂതനെ കൊണ്ട് അളപ്പിക്കുന്നു എന്ന് നമ്മൾ വായിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവം ഇത് എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുക. ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ഇവൻ്റെ ഉള്ളിൽ ഇവനാണോ ദൈവം? ഈ ശുശ്രൂഷകൻ എന്ന് പറയുന്ന ഇവൻ തന്നെ സ്വയം ദൈവമാണോ? ഇവൻ തന്നെ മാനവ മഹത്വം എടുക്കുന്നുണ്ടോ? ഇവനാണോ ഇതിനു വേണ്ടി മല്ലടിക്കുന്നത്? അതോ എനിക്കാണോ മാനം തരുന്നത്? ദൈവത്തിൻ്റെ കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയുടെ മർമ്മം എന്ന് പറയുന്നത്, ദൈവത്തിനുള്ള മഹത്വം ദൈവം ആർക്കും കൊടുക്കുകയില്ല. ദൈവം തന്നെയായ ദൈവവചനം വെളിപ്പെട്ടിട്ട് അവിടെ വിടുതലുണ്ടാകുന്നെന്ന് വിശ്വസിക്കാത്ത ഒരു ജനമാണ് ഈ ശുശ്രൂഷകൻ്റെ റൂമിൻ്റെ വാതൊക്കെ ക്യൂ നിൽക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകൻ സ്വാഭാവികമായും അയാൾ ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന വേണ്ട, 1-2 പേർക്കല്ലേ അപൂർവ ആളുകൾക്ക് അത് കൊടുക്കണം. പക്ഷേ നീണ്ട ക്യൂകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു അധികാരത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ പുറകിലൊരു അധികാരത്തിൻ്റെ ലഹരിയുണ്ട്, അതിൻ്റെ പുറകിലൊരു മാനം, സ്വയമാനം അന്വേഷിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്, ഒരാത്മാവുണ്ട്. അതിനെ ദൈവം അളക്കും. എന്തിനാണ് ഈ പരിപാടി? ദൈവം അതിനെ അളക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നൽകാൻ കഴിയാത്ത ഒരു വിടുതൽ ശുശ്രൂഷകന് നൽകാൻ കഴിയില്ല. തന്നെയുമല്ല, വചനം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ഒരു പ്രവർത്തികളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഉള്ളതുമല്ല എന്നതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. തിന്നാനും കുടിക്കാനും ഇരുന്നിട്ട് കൂത്താടാൻ എഴുന്നേൽക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറാതെ, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിലായിരിക്കുന്നവരാണെങ്കിൽ മാത്രമേ ദൈവം അളക്കുമ്പോൾ ആ യഥാർത്ഥത്തിൽ അളവ് നമുക്ക് കിട്ടൂ എന്നതും അത് നമുക്ക് കിട്ടണമേ എന്നും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവം ഞങ്ങളുടെ അളവ് എപ്പോഴും എടുക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവം എടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദൂതൻ അളക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമുള്ള എല്ലാ അളവുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവം അത് യോഗ്യമായി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം, വിടുവിക്കണം, കൃപയാ നടത്തണം. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കണ്ണുകൾ തുറന്നു തരണം. ദൈവത്തിൻ്റെ അളവുണ്ടാകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.